ചിരിച്ചോ? എന്നെ നോക്കി കളിയാക്കി ചിരിച്ചോ? ഞാൻ മനുഷ്യനല്ല, കുരങ്ങന, ഒരു കുരങ്ങ മനുഷ്യൻ. കുറെ മെന്റൽ ടോർച്ചറിങ് വന്നപ്പം ഞാൻ ഐ വിൽ സൂയിസൈഡ് എന്നാണ് ഞാൻ തീരുമാനിച്ചത്. ഒരു പക്ഷേ നാളെ രാവിലെ സംസാരിക്കാന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഉണ്ടാവില്ല. ഫാനി കെട്ടിത്തൂക്കാൻ നോക്കിയപ്പം എന്റെ ഡ്രസ്സുകളൊന്നും ഫാനിന്റെ മുന്നോട്ട് കൊടുത്തതല്ല. ഫാന് ഊരിക്കൊണ്ട് താഴെ കൈ കലി ഓടിക്കും. പിന്നെ ആശുപത്രി, അതിന്റെ ബില്ല് കാശ് ഞാൻ കിട്ടണം. അങ്ങനെ കുറെ കൂട്ടിലോട്ടൊക്കെ പെട്ടെന്ന് ഓടിപ്പോയി. മരിക്കുകയാണെങ്കിൽ ഒറ്റയടിക്ക് തീരണം. അല്ലാതെ കൈകാലം കുടിക്കുന്നത് ആര് നോക്കും? നമുക്ക് ഈ മുന്നോട്ടുള്ള ലൈഫിൽ ചില വ്യക്തികൾ നമ്മുടെ ലൈഫിലോട്ട് കയറി വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞേ പറ്റത്തുള്ളൂ. എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു, നിഖിലിന്റെ ലൈഫിൽ നിന്ന് പോണം, എനിക്ക് തിരിച്ച് നിഖിലിനെ വേണം. 7-8 മണിക്കൂർ ആളാ ഒറ്റ ഡയലോഗ് കണ്ടിന്യൂ ഉണ്ട്. ഏട്ടൻ ഓക്കെയാണോ? ഭാര്യ എന്ന നിലയിൽ ഞാൻ ചേട്ടന് സംതൃപ്തയാണോ? നീ ഓക്കെ ആണോ എന്നുള്ളത് ചോദിക്കാൻ ഈ ലോകത്ത് ആരും കാണത്തില്ല. 5 years ഞാൻ കുറേ വട്ടം ആഗ്രഹിച്ച ഒരു ചോദ്യമാണ് നീ ആഹാരം കഴിച്ചോ എന്ന് ചോദിക്കുന്നത്. അങ്ങനെ ലൈഫിലൂടെ പാസ് ചെയ്ത് പോയിട്ടുണ്ട്. പട്ടിണിയോടെ ഒരുപാട് ദിവസം പട്ടിണി വരെ കിടന്നിട്ടുണ്ട്. എൻ്റെ ബ്രദറിനെ വിളിച്ച് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഏട്ടാ ഞാൻ ആഹാരം കഴിച്ചിട്ടില്ല, എനിക്കൊരു 100 രൂപ അയച്ചു തരുമെന്ന്. അവൻ എനിക്ക് അയച്ചു തന്നിട്ടില്ല. എനിക്ക് സങ്കടമില്ല. പാടും കേട്ടോ. കാരണം ആ പാട്ടിന് വീണ ചില ചേട്ടന്മാര് വൈശാഖ സന്ധി നിൻ ചുണ്ടിലെന്തേ അരുമ സഹിതൻ നടന കാന്തിയോ. നമ്മൾ ഇൻസ്റ്റഗ്രാം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് കമൻസ്, നെഗറ്റീവ് കമൻസ്, പോസിറ്റീവ് കമൻസും ഉണ്ടാവാറുണ്ട്. പക്ഷെ നെഗറ്റീവ് കമൻസിൽ ഇപ്പം എനിക്ക് തോന്നാറുണ്ട് ഈ ഒരു ചലച്ചിത്ര മേഖലയിൽ ഒരുപാട് പേര് ഇങ്ങനെ ഒരു അമർഷം അനുഭവിക്കുന്നതായിട്ട്. അപ്പോൾ ഒരു കേരള സ്റ്റേറ്റ് അവാർഡ് വിന്നർ ആയിരിക്കെ ഇതിനൊരു മറുപടി കൊടുക്കാൻ പറഞ്ഞാൽ അത് ഏത് രീതിയിലായിരിക്കും കൊടുക്കുക? മറുപടി അതൊരു മറുപടിയായിട്ട് ഞാൻ പറയില്ല, എൻ്റെ അനുഭവമായിട്ട് തന്നെ ഞാൻ പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുരങ്ങ് മനുഷ്യൻ എന്ന് പറഞ്ഞ നാടകം ഫസ്റ്റ് ഞാൻ പ്രൊഫഷണൽ നാടകം ചെയ്യുന്ന ആ നാടകമാണ്. അതിൽ തന്നെ എനിക്ക് 2 തവണ സംസ്ഥാന അവാർഡും കിട്ടി. അതൊരു കഥാപാത്രം എന്ന് പറഞ്ഞാൽ കഥാപാത്രമായിട്ടല്ല ഞാനത്, അത് 200 സംതിങ് വേദികളിൽ കളിച്ച കഥാപാത്രമായിട്ടല്ല, സ്റ്റില് ലൈവ് ആ കഥാപാത്രം ഞാനാണെന്നുള്ള അവസ്ഥയിൽ തന്നെയാണ് ഞാൻ ചെയ്തത്. കാരണം അതിൻ്റെ അകത്തെ ആ കഥാപാത്രത്തിൻ്റെ പേര് തന്നെ സുന്ദരൻ എന്നാണ്. കഥാപാത്രത്തിന് പേര് കൊടുത്തേക്കുന്ന തന്നെ സുന്ദരനാണ്. ആ സുന്ദരൻ എന്ന പേര് കൊടുക്കാൻ തന്നെ കാരണം ആളിൻ്റെ മാതാവിനും പിതാവിനും അറിയാം എൻ്റെ മകൻ വിരൂപനാണ്, അവൻ വിരൂപനാണെന്ന് അവന് തിരിച്ചറിയാതിരിക്കാൻ അവൻ്റെ പേര് കൊണ്ട് തന്നെ അവൻ സുന്ദരനാണെന്ന് അവൻ മനസ്സിലാക്കിക്കോട്ടെ, എല്ലാവരും അങ്ങനെ വിശ്വസിച്ചോട്ടെ എന്ന് കരുതി അവൻ ആ പേര് നൽകുന്നു. ആ പേര് കൊണ്ട് തന്നെ സമൂഹത്തിൽ അവൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കാലശേഷം അവനെ ഒറ്റപ്പെടുത്തുകയും കളിയാക്കലുകളും എല്ലാം കൊണ്ട് കൊല ചെയ്ത് പോകുന്നൊരു കഥാപാത്രമാണ്. അതിലെ ഒരു 4 ഡയലോഗ് എൻ്റെ ലൈഫുമായിട്ട് മുമ്പ് ഞാൻ പറഞ്ഞ കമൻറ്റുമായിട്ടും നല്ല ബന്ധമുണ്ട്. അത് ഞാനൊന്ന് ഡയലോഗിനെ തുടർന്ന് എൻ്റെ ലൈഫിനെ ഞാനൊന്ന് അവതരിപ്പിച്ചാണ്. ഓക്കെ. ചിരിച്ചോ? എന്നെ നോക്കി കളിയാക്കി ചിരിച്ചോ? എൻ്റെ ഈ രൂപം കണ്ട് നിങ്ങൾ ആർത്തി ചിരിക്കുമല്ലേ? ആർത്തി ചിരിച്ചോ? മതി വരുവോളം ചിരിച്ചോ? അത് പോരെങ്കി എന്നെ നോക്കി കല്ലെറിഞ്ഞോ? ഞാൻ മനുഷ്യനല്ല, കുരങ്ങന, ഒരു കുരങ്ങ മനുഷ്യൻ. അടിപൊളിയായിട്ട് അഭിനയിക്കുകയാണെന്ന് നമുക്ക് ഒരിക്കലും തോന്നിയില്ല, ജീവിച്ച് കാണിക്കുകയായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണറിഞ്ഞു പോയി. അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ സിനിമയില്. അത് നമ്മൾ പറയത്തില്ലേ, അത് മോഹൻലാലും മമ്മൂട്ടി വലിയ ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു കഥാപാത്രം ചെയ്യണമെങ്കിൽ ഒരു റൈറ്ററിൻ്റെ റൈറ്റിംഗ് കൊണ്ട് മാത്രം നമുക്ക് കഥാപാത്രത്തെ ആക്കാൻ പറ്റില്ല, ജീവിതാനുഭവങ്ങളുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ അതിന് ശേഷം ചെയ്തിട്ടുള്ള നാടകങ്ങളാണെങ്കിലും ഫിലിമുകളാണെങ്കിലും അല്ലെങ്കിൽ ഷോർട്ട് എന്താണെങ്കിലും എല്ലാത്തിലും ഞാൻ എൻ്റേതായിട്ടുള്ള ജീവിതാനുഭവത്തെ ഞാൻ പണക്കാരൻ്റെ കാര്യം ചെയ്താൽ പറഞ്ഞ വില്ലൻ്റെ കഥാപാത്രം എല്ലാത്തിലും ഞാൻ എൻ്റെ ജീവിതാനുഭവത്തെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം എന്താണെന്നറിയത്തില്ല, ഞാൻ അതൊക്കെ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. പണത്തിൻ്റെ മേളിൽ കിടന്നുറങ്ങിയിട്ടൊക്കെ ഉണ്ട്, ദാരിദ്ര്യം അനുഭവിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അതും അനുഭവിച്ചിട്ടുണ്ട്, കളിയാക്കിയിട്ടുണ്ടോ അതും അനുഭവിച്ചിട്ടുണ്ട്, എല്ലാത്തിലൂടെ നമ്മൾ. അപ്പോൾ അന്ന് വെച്ചിട്ട് അപ്പം അങ്ങനെയുള്ള എനിക്ക് അതൊരു കഥാപാത്രമായിട്ടില്ല, ഞാൻ പരകായ പ്രവേശം ചെയ്ത് തന്നെ ഞാനത് എന്നെ അറിയുന്ന പലർക്കും
ഇപ്പം ഈ പറഞ്ഞ ഡയലോഗും കാഴ്ചക്കാർക്ക് സുപരിചിതമായിട്ടുള്ള ഡയലോഗ് തന്നെയാണ്. കാരണം പല സെറ്റുകളിലും അമൃത ഫ്ലവേഴ്സ് അങ്ങനെ പലയിടത്തും ഞാൻ അവതരിപ്പിച്ചിട്ടുള്ള ഒരു സീക്വൻസാണ്. പക്ഷെ ഞാനിതിപ്പോൾ ഇവിടെ അവതരിപ്പിച്ചത് നിഖിൽ എന്ന വ്യക്തിയായിട്ട് മാത്രമാണ്. കാരണം എനിക്കത് നിഖിലില്ല. കാരണം അത് എനിക്ക് പറയേണ്ടതുണ്ട്. കാരണം ആളെൻ്റെ ലൈഫിൽ വന്നതിന് ശേഷം ഞാൻ നല്ലൊരു ജീവിതത്തിലേക്ക് പോകുന്നു എന്നറിഞ്ഞ് ചിലപ്പോൾ ഒരു പക്ഷേ അതിന് വേണ്ട, അവന് ജീവിക്കാൻ പാടില്ല എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും അവർ വീണ്ടും എന്നെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ശത്രുതയില്ല, അവർക്ക് നല്ലത് വരട്ടെ, എനിക്ക് നല്ലത് വരട്ടെ. പക്ഷേ കാലം എന്തെങ്കിലും ഒരു നാൾ ഒരു മറുപടി എല്ലാവർക്കായിട്ടും വെച്ചിട്ടുണ്ടല്ലോ. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ ആളോട് ഇപ്പോഴും ഞാൻ പറഞ്ഞില്ല, ഞാൻ ചെയ്ത് കൂട്ടിയ നെഗറ്റീവുകളുടെ ഒരുപാട് കൂമ്പാരം ഞാൻ എൻ്റെ ലൈഫിലുണ്ട്. ആ എന്നെ സ്വീകരിക്കാൻ ഇയാൾക്ക് മനസ്സ് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിലും പരം ദൈവങ്ങളോട് ഞാൻ അതിനപ്പുറം ഞാൻ കടപ്പെട്ടവൻ തന്നെയാണ്. കാരണം ആളിൻ്റെ സൗന്ദര്യമോ അല്ലെങ്കിൽ വേറൊന്നും ഞാൻ അവിടെ കാണുന്നില്ല. എൻ്റെ നെഗറ്റീവ്സിനെ ആൾ നന്നായിട്ട് കണ്ടു. അല്ലാതെ എനിക്ക് കാറുണ്ട്, ബൈക്കുണ്ട്, ഞാൻ അവിടെ ഇൻഫ്ലുവൻസറാണ്, ഇവിടെ അറിയപ്പെടുന്നവനാണ്, ഇതൊന്നും ചിന്തിച്ചിട്ടല്ല. ആളിൻ്റെ നെഗറ്റീവിനെ ആൾ നന്നായിട്ട് ആൾ തന്നെ പറഞ്ഞല്ലോ. എന്നിലെ നെഗറ്റീവിൽ എവിടെയൊക്കെ ഒരു പോസിറ്റീവ്, ഞാനൊരു മനുഷ്യത്വമുള്ളവനാണെന്ന് ആദ്യം കണ്ടത് അദ്ദേഹമാണ്. കാരണം ഇപ്പം എന്നെ നേരിട്ടറിയാത്ത ആരെങ്കിലും ആളിനോട് നിഖിൽ എന്ന് പറയുന്ന വ്യക്തി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾ എൻ്റെ പോസിറ്റീവ് സൈഡേ പറയത്തുള്ളൂ. അത് ആളിന് വിശ്വാസമായത് മാത്രം, അല്ലാതെ അധികത്തിലും പറയത്തില്ല, കുറച്ചും പറയത്തില്ല. അപ്പം അങ്ങനെ ആൾ എൻ്റെ ലൈഫിലുണ്ടെങ്കിൽ മുള കുടച്ചാന്നേലും എൻ്റെ കൂടെ നിന്ന് ചോറുണ്ടോന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. പിന്നെ വേറെ കാര്യം എന്താ പറയുക, ഇപ്പൊ ഇതിൽ പറഞ്ഞില്ലായിരുന്നോ ആളിങ്ങനെ ആയതുകൊണ്ട് ഇനി ഇപ്പൊ ഈ പറയുന്ന ചില വ്യക്തികള്, ഞാൻ പറയുന്നില്ലായിരുന്നു, ചില വ്യക്തികൾ പറയുന്ന കഥ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനൊരു സെലിബ്രിറ്റി ആയതുകൊണ്ട് അങ്ങനെ ഒരു ബെറ്റർ ലൈഫ് നോക്കി പോയതാണെന്ന് പറയും. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് ഇന്റർവ്യൂവിന് വരാൻ പോലും എനിക്ക് താല്പര്യമില്ലായിരുന്നു. എൻ്റെ അടുത്ത് ഏട്ടനാ പറഞ്ഞത് ഇങ്ങനെ ഒരു കാര്യമുണ്ട്, നമുക്കൊരു ഇന്റർവ്യൂ അതൊരു ചാൻസ് ആണ്, അപ്പോൾ അതാണ് പറഞ്ഞ് ആലോചിച്ചിട്ട് പറയാന്ന്. അപ്പോൾ ഒരു ചാൻസ് ആണ് നിനക്ക്, നമുക്ക് ഈ മുന്നോട്ടുള്ള ലൈഫിൽ ചില വ്യക്തികൾ നമ്മുടെ ലൈഫിലോട്ട് കയറി വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞേ പറ്റത്തുള്ളൂ. അപ്പം നമ്മളൊരു ഇൻസ്റ്റഗ്രാമിൽ ഒരു ലൈവ് പോയി കഴിഞ്ഞാൽ അവിടെ കാണുന്നതല്ലല്ലോ. നമ്മൾ ഇതേപോലെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ കുറേ ആൾക്കാർ അത് റിയലൈസ് ചെയ്യും. അപ്പം അതുകൊണ്ട് അത് മാത്രമല്ല, അത് എനിക്ക് എന്തോ പറയുന്നത് എനിക്കിതൊന്നും താല്പര്യമുള്ള സംഭവമാണ്. ഞാനൊരു ഫോട്ടോ ഇട്ടാൽ പോലും ആരെങ്കിലും എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അതങ്ങോട്ട് മൈൻഡ് ആക്കാൻ പോകത്തില്ല. അത് ആളുടെ കൂടെ അവിടെ പോവാം, കുറച്ച് ആക്ടേഴ്സിനെ കാണാൻ, എനിക്ക് അങ്ങനെയൊന്നും ഒരു താല്പര്യമില്ല. ഈ വീഡിയോ പോലും ചെയ്തത് ഏട്ടനാ പറഞ്ഞത്. കാരണം അത് വീഡിയോ ചെയ്യാനും ബാക്കിലൊരു ഇതുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുടെ ലൈഫിൽ പാസ്റ്റ് ലൈഫിൽ കഴിഞ്ഞു പോയ ചില വ്യക്തികള് ഞങ്ങൾ തമ്മിൽ കമ്മിറ്റഡ് ആണ് എന്നറിഞ്ഞതിന് ശേഷം, ഞാനാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന പേഴ്സൺ എന്ന് അറിഞ്ഞ ശേഷം എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു, നിഖിലിൻ്റെ ലൈഫിൽ നിന്ന് പോകണം, എനിക്ക് തിരിച്ച് നിഖിലിനെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു. ഇവർ പറയുന്നത് പോലെ ഞാൻ 1-2 വർഷം അല്ലെങ്കിൽ 1-2 ദിവസം കാത്തിരുന്നിട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഞാൻ തിരിച്ച് ഓക്കെ പറഞ്ഞതല്ല. ഈ പറയുന്നത് പോലെ 3.5 വർഷം എന്ന് പറഞ്ഞാൽ നിസ്സാര സമയമായിട്ട് എനിക്ക് തോന്നില്ല. കാരണം അത്രയും ഒരാൾക്ക് വേണ്ടി കാത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ അതിൻ്റെ ഡെപ്ത് എത്രണമെന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ പറയുന്ന ആൾക്കാർ അങ്ങനെ പറഞ്ഞ് പിന്നീട് ഭാവിയിൽ ഞങ്ങൾക്കിടയിൽ ഒരു ഇഷ്യൂ എന്തായാലും ഉണ്ടാവും. അങ്ങനെ ഒന്നും ഉണ്ടാവാതിരിക്കാനും അവരത് മനസ്സിലാക്കണം. ഇനി നിങ്ങളുടെ ലൈഫിലൊരു സ്പേസ് അവർക്കില്ല. നെഗറ്റീവ് പറയാനായിട്ടാണെങ്കിലും അല്ലെങ്കിലും അത് അവിടെ കൊണ്ട് സ്റ്റോപ്പ് ആക്കണം എന്ന് ചിലരറിയാൻ വേണ്ടിയിട്ടും കൂടെയാണ് ഞാൻ പിന്നെ ഓക്കെ നമുക്ക് പോവാം. അതാ ഇപ്പം ചെറിയൊരു കാര്യത്തിനാണെങ്കിൽ പോലും ആത്മഹത്യനെ പറ്റി, ഇപ്പം ചേച്ചി ആത്മഹത്യനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പം ചെറിയൊരു കാര്യത്തിനാണെങ്കിൽ പോലും ആത്മഹത്യനെ പറ്റി ചിന്തിക്കുന്ന ഒരു ജനറേഷനാണ് വളർന്നു വരുന്നത്. അപ്പം ഇങ്ങനെ ഒരു ഡിസബിലിറ്റി ഉണ്ടായിട്ട് പോലും, ഇൻസൾട്ടുകൾ ഉണ്ടായിട്ട് പോലും എങ്ങനെയാണ് ആത്മഹത്യ ചെയ്യാതെ പിടിച്ചു നിൽക്കുന്നത്? ഞാൻ ആത്മഹത്യക്ക് വിചാരിച്ചിട്ടുണ്ട്. അത് ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരാളെ സ്നേഹിച്ചു, അല്ലെങ്കിൽ സിറ്റുവേഷൻ അല്ലെങ്കിൽ അയാൾ ഞാനോട്ട് ഒത്തുചേരുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ അയാളിൽ നിന്ന് ബ്രേക്കപ്പ് എടുത്ത് ഞാൻ പിന്നോട്ട് പോയി. അത് എൻ്റെ ഫാമിലി അയാളുടെ ഫാമിലിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തന്നെയാണ് അവിടെ കൊണ്ട് ഡ്രോപ്പായി പിന്നോട്ട് നിന്നത്. പക്ഷേ ഇതിനിടയ്ക്ക് നിന്നിട്ട് ആളിൻ്റെ ഫാമിലിക്കും
പിന്നെ എൻ്റെ ഫാമിലിക്കും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നിൽക്കുന്ന കുറച്ച് ആളുകൾ ഇത് തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. ആ പ്രശ്നങ്ങൾ എന്നെ പല രീതിയിൽ ഹോണ്ട് ചെയ്തെന്ന് പറഞ്ഞാൽ എനിക്കറിയാവുന്ന പല കോണ്ടാക്റ്റുകളും ഇന്നും എനിക്ക് കോളുകളും മെസ്സേജുകളും വന്ന് നീ എന്തിനാണ് അങ്ങനത്തെ പണിയൊക്കെ ചെയ്യുന്നത്, അങ്ങനെ എന്തിനാണ് ചെയ്തത്, എന്തിനാണ് ചെയ്തത്, ഇങ്ങനെ കുറേ മെൻ്റൽ ടോർച്ചറിങ് വന്നപ്പം ഞാൻ ഐ വിൽ സൂയിസൈഡ് എന്നാണ് ഞാൻ തീരുമാനിച്ചത്. ലാസ്റ്റ് ഒരൊറ്റ ഫോൺ കോളും മെസ്സേജും മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. ഞാൻ ആളുടെ പേര് ഞാൻ പറയാം, നീലിമ. ആളില്ലായിരുന്നെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കത്തില്ലായിരുന്നു. രാത്രി 11:30 ഞാൻ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞ് എനിക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞു. ആള് ഒരു പക്ഷേ നാളെ രാവിലെ സംസാരിക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഉണ്ടാവത്തില്ലായിരുന്നു. ആൾ ആ സ്പോട്ടിൽ തന്നെ എന്താടാന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞു ഞാൻ എല്ലാം നേർത്ത് ഞാൻ അവസാനിപ്പിക്കുമ്പോൾ കയ്യിൽ ബ്ലേഡ് കൊടുത്ത് വെച്ചിട്ട് തന്നെ നിന്നത്. ഫാനി കെട്ടി തൂക്കാൻ നോക്കിയപ്പം എൻ്റെ ഡ്രസ്സുകളൊന്നും ഫാനിൻ്റെ മുന്നോട്ട് കൊടുത്തതല്ല. പിന്നെ അതിന് കട്ടിലായി മേശയായി പിന്നെ അതിനെ വെളി കയറി അതങ്ങാണ് ഇനി ഫാന് ഊരിക്കൊണ്ട് താഴെ കൈ കലി പിടിക്കും. പിന്നെ ആശുപത്രി അതിൻ്റെ ബില്ല് കാശ് ഞാൻ കിട്ടണം. അങ്ങനെ കുറെ കൂട്ടിലോട്ടൊക്കെ പെട്ടെന്ന് ഓടിപ്പോയി. ഒന്നില് മരിക്കുകയാണെങ്കിൽ ഒറ്റയടിക്ക് അങ്ങ് തീരണം. ഒറ്റയടിക്ക് തീരണം, അല്ലാതെ കൈകാലം കുടിച്ചത് ആര് നോക്കും? അത് നമുക്ക് ചേച്ചി ഇല്ലല്ലോ. ഞാൻ ഉണ്ടെന്നും അറിയത്തില്ലല്ലോ ആ സമയത്ത്. ഓ, ഉണ്ടായിരുന്ന സമയത്ത് തന്നെയാണ് ആത്മഹത്യ. 3.5 കൊല്ലത്തിന്റെ ടൈമിൽ. അതായത് ഞങ്ങൾ തമ്മിൽ ഇപ്പൊ കമ്മിറ്റഡ് ആവുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ ബ്രേക്കപ്പിന്റെ തലയ്ക്കകത്ത് ഇങ്ങനെ ഒരു തീക്കുണ്ട കൊണ്ട് കിടക്കുമ്പോഴാണ് ആളും എന്നെ വിളിച്ച് സംസാരിക്കാൻ ഇതേക്കുറിച്ച് സംസാരിക്കാൻ പറയുമ്പോ ഞാൻ വിളിച്ചത് സംസാരിച്ച് ഓക്കെ ആക്കാനാ. പക്ഷെ എനിക്ക് എൻ്റെ ആ സമയത്തെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് കൺട്രോൾ ആയിരുന്നു. ഫുള്ള് കൈവിട്ടു പോയ സമയത്തായിരുന്നു. അപ്പോൾ എനിക്ക് എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ. കോൾ എടുക്കുമെന്നുള്ളൂ ഞാൻ പ്രതീക്ഷിച്ചില്ല. സഡൻലി കോളും അറ്റൻഡ് ചെയ്തു. എനിക്ക് എല്ലാം കൂടെ എൻ്റെ കൈവിട്ട് പോയി. എൻ്റെ ടോൺ മാറിപ്പോയി. ഞാൻ പറയാൻ വന്ന കാര്യം സോഫ്റ്റ് ആയിട്ട് കാര്യങ്ങൾ എന്നോട് അവതരിപ്പിക്കാൻ വന്നത് നീലേട്ടൻ്റെ കൂടെ ഉള്ളവർ തന്നെയാണ് നീലേട്ടൻ്റെ ശത്രുക്കൾ, സൂക്ഷിക്കണം എന്നുള്ള രീതിയിൽ എന്നെ മനസ്സിലാക്കി തരാനാണ് വന്നത്. പക്ഷെ എൻ്റെ ശത്രുക്കളുടെ എണ്ണത്തിൽ ഒരാളൂടെ കൂടിയെന്ന് ഞാൻ കരുതി. അതെ, അങ്ങനെ ഞാൻ നീലിമേച്ചിയോട് പറഞ്ഞ് നീലിമേച്ചി സ്പോട്ടിൽ എന്നെ വിളിച്ചു. ഞാനപ്പോൾ പറഞ്ഞു ഇങ്ങനെയാണ് ഞാൻ ചെയ്യാൻ പോകുന്ന പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു നീ നാളെ പകൽ വരെ എനിക്ക് സമയം താ, പകൽ ഇത്ര ടൈം വരെ നീ സമയം താ, അതിനുശേഷം നീ ചെയ്തോളം തന്നെ പറഞ്ഞു. ചെയ്യാന്നുള്ള നിന്റെ ഇഷ്ടമാണ്. ഒരു കാര്യം മാത്രം നീ ഒരു കാര്യം മാത്രം നീ ചെയ്യുന്നതിന് മുമ്പ് ഈ 2 കോണ്ടാക്ട് എന്നെ വിളിച്ച കോണ്ടാക്ട് ഉണ്ടല്ലോ അതൊക്കെ ഡിലീറ്റ് ചെയ്തത്. ചാറ്റ് എന്നെ പെടുത്തരുത്, ഞാനൊരു സെക്രട്ടറിയാണ്, പദവി തെറ്റി ഇറക്കിക്കരുത്. ഞാൻ പറഞ്ഞു ഓക്കെ, ഓട്ടത്തിനിടെ പുട്ട് കച്ചവടം ഞാൻ ചെയ്തോളാം പറഞ്ഞു. ആള് പക്ഷെ അതേപോലെ തന്നെ ആൾ പറഞ്ഞ് ഞാൻ കേട്ട് കേട്ടോ. ഞാൻ പറഞ്ഞ് വിജയകൃഷ്ണൻ ചേട്ടൻ അങ്ങനെ കുറച്ച് പേര് പറയുന്നത് ഞാൻ അനുസരിക്കും. തല്ലിയാണെങ്കിലും അല്ലെങ്കിൽ അതിലുപരി ഞാൻ പറഞ്ഞ് അനുസരിക്കുമായിരുന്നു. ചേച്ചി പറഞ്ഞ് ഞാൻ കേട്ട് കൃത്യം 8:30 മണിയായപ്പം ജോബി ചേട്ടനല്ലേ, ജോബി തിരുവനന്തപുരം സിനി ആർട്ടിസ്റ്റ്, അദ്ദേഹം എന്നെ വിളിച്ചിട്ട് ടെൻഷനായിട്ട് അദ്ദേഹം വിളിച്ചിട്ട് ഒരു കൗൺസിലറിനെ കൊണ്ട് എന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. പെട്ടെന്ന് എല്ലാം പടപ്പെട്ടെന്നായിരുന്നു കമ്മ്യൂണിക്കേറ്റ്. പക്ഷെ ഞാൻ രാവിലെ ഞാൻ ഓക്കെ കേട്ടോ, ഓക്കെ അത് പറയാം. ഇപ്പോൾ കൗൺസിലറിനെ വിളിച്ച് കൗൺസിലർ എനിക്ക് കുറച്ച് നേരങ്ങൾ സംസാരിച്ച് പിന്നെ അതിനുശേഷം ഈ ജോബി ചേട്ടൻ നീലിമിച്ചിട്ട് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നീ അങ്ങനെ ചെയ്യേണ്ടുന്ന ആളല്ല. അവരും എന്നോട് പറഞ്ഞൊരു കാര്യം ഇതാണ്, നിനക്ക് നിൻ്റെ വലുപ്പം അറിയത്തില്ല, നിൻ്റെ ഉള്ളിൽ ഒരു കനലുണ്ട്, അത് നിൻ്റെ പാഷൻ എന്ന് പറഞ്ഞാൽ അഭിനയമാണ്. നീ അതിൽ ഫോക്കസ് ചെയ്ത് നീ വളർന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കും പിടിച്ചിരിക്കാൻ പറ്റാത്ത അത്ര ഉയർച്ചയിൽ നീ എത്തും. കാരണം നിൻ്റെ കണ്ണിൽ ജലിക്കുന്ന ചില നവരസങ്ങൾ ഇന്ന് ഇന്ത്യൻ സിനിമയിലുള്ളവരിൽ പോലും എത്താത്ത അത്രയും ഭാവങ്ങൾ വരുന്നുണ്ട്. അത് ആർക്കും കിട്ടുന്ന ഒന്നല്ല. അത് അദ്ദേഹം പോലും എന്നോട് പറഞ്ഞു, അത് നീ വലിയ പാരമ്പര്യത്തിൽ വന്ന ആളുണ്ടോ എന്ന് പറയാമല്ലോ, നിൻ്റെ ഒരൊറ്റ പ്രസൻറ്റേഷൻ ഡയലോഗിൽ തന്നെ എനിക്കത് പുള്ളിക്ക് മനസ്സിലായൊരു കാര്യം എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ അതൊക്കെ ഒരു എന്താ പറയുക ഒരു എനർജി ആയിട്ട് തന്നെ കണ്ടെത്തി ഞാൻ അവിടെ കൊണ്ട് ഞാൻ തന്നെ ചിന്തിച്ചു എന്തിനാ വേണ്ട, ഒരു ഇറക്കം ഉണ്ടെങ്കിൽ ഒരു കയറ്റം ഉണ്ടാവില്ല. അപ്പം ഈ നിമിഷം കടന്നു പോകും. അങ്ങനെ ഞാൻ ആ നിമിഷം കടന്നു പോയി. അങ്ങനെ കടന്നു. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല
അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചു പോയി. ഇപ്പൊ ആളിന് പോലും ഇപ്പൊ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഒരു മണ്ടത്തരം ആയനേം തോന്നുന്നു. തീർച്ചയായിട്ടും അതില് വേറൊരു സംഭവം ഉണ്ട്. ഇപ്പൊ ആൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ഉള്ളിൽ അത്രത്തോളം ഉണ്ട്. എനിക്ക് വേണമെങ്കിൽ സ്പോട്ടില് പോയിട്ട് പറയാം, ഇങ്ങനെയാണ് ഏട്ടാ, എനിക്ക് ഇഷ്ടമാണ്. ഈ 3.5 വർഷമൊന്നും എനിക്ക് വെയിറ്റ് ചെയ്യേണ്ട സമയമില്ല. ഞാൻ കുറച്ച് സമയം, ഞാൻ ഓൾറെഡി എൻ്റെ അടുത്ത് പ്രപ്പോസ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് കുറച്ച് സമയം വേണം. ഇപ്പം നോ പറയാനാണെങ്കിലും എസ് പറയാനാണെങ്കിലും നമ്മളെല്ലാം ആലോചിച്ച് വേണം അതിന് ഒരു ആൻസർ കൊടുക്കാൻ. ഞാൻ ഇഷ്ടം പറഞ്ഞു, നോ. എന്തിനു നീ നോ പറഞ്ഞു? എന്നെ പറ്റി ഒന്നും നീ മനസ്സിലാക്കുന്നില്ല. എനിക്ക് എൻ്റെ അടുത്ത് ഇഷ്ടമുള്ളത് എന്താണെന്നുള്ളത് നീ മനസ്സിലാക്കുന്നില്ല. നീ നോ എന്തിനു പറഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്കൊരു ആൻസർ കൊടുക്കണമല്ലോ. സോ എനിക്കത് കുറച്ച് ടൈം വേണമായിരുന്നു. അപ്പോൾ ആ ടൈമിൽ എനിക്ക് വേണമെങ്കിൽ ആലോചിച്ചിട്ട് എനിക്ക് ഇഷ്ടമാണെന്ന് എനിക്ക് വേണമെങ്കിൽ അപ്പം പറയായിരുന്നു. ഞാൻ പറഞ്ഞില്ല. ഇവർ കമ്മിറ്റഡ് ആയിരിക്കുന്ന ടൈമിൽ എനിക്ക് പോയി പറയായിരുന്നു. അല്ലെങ്കിൽ കമ്മിറ്റഡ് കഴിഞ്ഞ് ആ ബ്രേക്കപ്പുകൾ കഴിഞ്ഞ സമയത്ത് എനിക്ക് ഗ്യാപ്പിൽ പറയായിരുന്നു. പറഞ്ഞില്ല. ഞാൻ ഒറ്റ ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാനായിട്ട് പോയതല്ല, എന്നിലേക്ക് വന്ന ഒരു പ്രപ്പോസലാണ്. അപ്പം എനിക്കുള്ളതാണെന്നുണ്ടെങ്കിൽ എനിക്ക് വീണ്ടും എന്നിലേക്ക് തന്നെ വരട്ടെ, അന്നേരം എന്താണെന്നുള്ളത് നോക്കാം, അതുവരെ കാത്തിരിക്കുക എന്നുള്ളത്. അതിനിടയ്ക്ക് ആൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നെ എൻ്റെ അവസ്ഥ എന്നുള്ളത് എനിക്ക് ഹോപ്പ് എന്ന് പറയുന്നത് ആ ഒരൊറ്റ എൻ്റെ ലൈഫിലൊരു ഹോപ്പ് എന്നുള്ളത് അത്ര നമുക്ക് അങ്ങനെയാണല്ലോ, ഇഷ്ടം എന്ന് പറയുന്നത് അത്ര ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടം എൻ്റെ അച്ഛനാണ്. എനിക്കറിയത്തില്ലായിരുന്നു എനിക്ക് അത്രത്തോളം എൻ്റെ അച്ഛൻ എനിക്ക് ഇഷ്ടമാണെന്നുള്ളത് എനിക്കറിയത്തില്ലായിരുന്നു. അച്ഛൻ പോയ സമയത്ത് അന്നാണ് ഞാൻ അറിയുന്നത് ഞാൻ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. അന്നാണ് ഞാൻ റിയലൈസ് ചെയ്തത്. കണ്ണിന്റെ വില എനിക്ക് ഇപ്പൊ ആ പ്ലേസ് ഫുള്ളും അന്ന് തൊട്ടേ ഞാൻ ഇഷ്ടപ്പെടാൻ തുടങ്ങിയ സമയം തൊട്ടേ ഞാൻ ആ പ്ലേസിലോട്ട് വെച്ചത് നീലേട്ടനാണ്. സോ എന്തെങ്കിലും പറ്റിയാലും ഞാൻ അതുമായിട്ടേ കണക്ട് ചെയ്യത്തുള്ളൂ. എൻ്റെ അപ്പയുടെ ആ ഒരു ഇത് മാത്രമേ ഞാൻ കണക്ട് ചെയ്യുള്ളൂ. അതെ, ഇങ്ങനെ റീൽസ് കാണാറുണ്ടോ? നമ്മള് പെൺകുട്ടികൾ എപ്പോഴും കണ്ടുപിടിക്കുന്നത് അച്ഛനെ റിലേറ്റ് ചെയ്യുന്ന. അത് സത്യമാണ്. നമ്മളത് മനഃപൂർവ്വം ഇതാവുന്നതല്ല, പക്ഷെ നമ്മുടെ ഉള്ളില് ആ ഒരു കണക്ഷൻ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ആൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അത് ഞാൻ എൻ്റെ അപ്പയ്ക്ക് എന്തെങ്കിലും പറ്റിയപ്പോൾ അന്ന് അപ്പ പോയ സമയത്ത് പോലും ഞാൻ മെന്റലി ഭയങ്കരമായിട്ട് ഒരു ഡിപ്രഷൻ സ്റ്റേജിലോട്ട് പോയതാണ്. അപ്പോൾ എഗെയിൻ അതുമായിട്ട് ഇത് കണക്ട് ആകുമ്പോഴത്തേക്കും ഞാൻ പിന്നെ ഇല്ല, അത് ആൾക്ക് ഇപ്പോഴാണ് അറിയുന്നേ. അന്ന് അറിയത്തില്ലായിരുന്നല്ലോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത്. അറിയാതെ ഒരാളെ ഡിപ്രഷനിലേക്ക് തള്ളിയിട്ട് ഇപ്പൊ എന്ത് തോന്നുന്നു? ഇപ്പൊ കല്യാണമൊക്കെ ആയി. അത് പറയുന്നില്ലേ, ആൾ എന്നോട് എപ്പോഴും ചോദിക്കുക, ഇന്ന് ഒരു ദിവസത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ ഒരു 7-8 മണിക്കൂർ ആൾ ഒറ്റ ഡയലോഗ് കണ്ടിന്യൂ ഉണ്ട്. ഏട്ടൻ ഓക്കെയാണോ? എൻ്റെ ആറ്റിറ്റ്യൂഡിൽ ഏട്ടൻ ഓക്കെയാണോ? എൻ്റെ പ്രസൻറ്റേഷൻ സ്റ്റൈലെല്ലാം ചേട്ടൻ ഇഷ്ടപ്പെടുന്നുണ്ട്? ലൈഫിൽ ഭാര്യ എന്ന നിലയിൽ ഞാൻ ചേട്ടന് സംതൃപ്തയാണോ? ചില സമയത്തൊക്കെ ചോദിക്കുമ്പോൾ എനിക്കത് വിഷമമായിട്ടൊക്കെ തോന്നും. ചില സമയത്ത് ഒരു കോമഡി ആയിട്ട് തോന്നും. ചില സമയത്ത് ഞാൻ റിയാക്ട് ചെയ്യും, വേണ്ടായിരുന്നു. അതെന്താ അങ്ങനെ ചോദിക്കണേന്നറിയോ? ഞാൻ എൻ്റെ പാസ്റ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ എനിക്കറിയാം. ഞാൻ കംഫർട്ട് അല്ലാത്തൊരു ആളുടെ കൂടെ എൻ്റെ നല്ലൊരു ഏജ് ഞാൻ കളഞ്ഞതാണ്. അപ്പോൾ എൻ്റെ കൂടെ ഇനി അങ്ങോട്ട് സ്പെൻഡ് ചെയ്യാൻ പോകുന്ന പേഴ്സൺ അങ്ങനെ ആവരുതെന്നുള്ളൊരു കോൺസെപ്റ്റ് എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, കംഫർട്ട് ആണോ, ഞാൻ ഓക്കെ ആണോ, ഞാൻ എന്തെങ്കിലും എൻ്റെ ഇതിൽ ഞാൻ എന്തെങ്കിലും എൻ്റെ ക്യാരക്ടറിൽ എന്തെങ്കിലും ഞാൻ ചേഞ്ച് ചെയ്യാനുണ്ടോ അല്ലെങ്കിൽ ആഡ് ചെയ്യാനുണ്ടോ, അങ്ങനെയൊക്കെ ഞാൻ ചോദിക്കുന്നത് അതുകൊണ്ടാണ്. അത് എൻ്റെ എക്സ്പീരിയൻസ് അത്രയും, എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് അത്രയും ബാഡ് ആയതുകൊണ്ടാണ് കംഫർട്ടായി വെക്കണം എന്ന് വെച്ചാൽ ഒരു സെക്കൻഡ് പോലും എനിക്ക് വേണ്ടായിരുന്നു, പക്ഷേ എനിക്ക് വേറൊരു ലൈഫ് അങ്ങനെ ഒരു തിങ്ക് വരരുതെന്നുള്ള ഒരു എന്തോ പറയുന്നത്, അങ്ങനെ ഒരു ആഗ്രഹം എനിക്ക് ഭയങ്കര ഡീപ്പായിട്ട് എനിക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിക്കുന്നത്, അല്ലാതെ. പക്ഷെ ഈ ഒരു ജീവിതത്തിൽ നീ ഓക്കെ ആണോ എന്ന് ചോദിക്കാൻ ഒരാളുള്ളത് വലിയൊരു കാര്യമാണ്. സത്യം. കാരണം അത് പറഞ്ഞപ്പോൾ എനിക്ക് കാര്യം ഞാൻ എൻ്റെ ലൈഫിൽ പഠിച്ചിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ 2 കാര്യങ്ങൾ നമ്മുടെ അടുത്ത് ചോദിക്കാൻ ആരുണ്ടാവില്ല. അത് ഒരു കാര്യം ഓക്കെ പറഞ്ഞത്, ഇപ്പൊ പറഞ്ഞത് നീ ഓക്കെ ആണോ എന്നുള്ളത് ചോദിക്കാൻ ഈ ലോകത്ത് ആരും കാണത്തില്ല. അത് കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ. നമ്മൾ ഓക്കെ ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ മാത്രമേ അങ്ങനെ ചോദിക്കുള്ളൂ. പിന്നെ ചോദിക്കുന്ന കാര്യം എന്താണെന്നറിയോ, നീ ഫുഡ് കഴിച്ചു. ആ ഡയലോഗ് കുറേ സ്ഥലത്ത് വന്നിട്ടുണ്ട് എൻ്റെ ലൈഫിൽ. ഞാൻ പല സമയത്തും ഈ 10 ഇയേഴ്സിൽ 5 ഇയേഴ്സ് ഞാൻ ഓക്കെ ആയിരുന്നു. ഈ 5 ഇയേഴ്സ് ഞാൻ കുറേ വട്ടം ആഗ്രഹിച്ച ഒരു ചോദ്യമാണ് നീ ആഹാരം കഴിച്ചോ എന്ന് ചോദിക്കുന്നത്. അങ്ങനെ ലൈഫിലൂടെ പാസ് ചെയ്ത് പോയിട്ടുണ്ട്. ഒരുപാട് ദിവസം പട്ടിണി വരെ കിടന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, ആരെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കണേ ഫുഡ് കഴിച്ചോ എന്നുള്ളത്. എങ്കിൽ ഞാൻ ഇല്ലയെന്ന് പറയുമ്പോൾ എനിക്ക് ഫുഡ് കിട്ടുമല്ലോ.
അത്രയും ഞാനത് പറയുമ്പോഴത്തേക്കും തന്നെ മനസ്സിലാക്കും എൻ്റെ ലൈഫ് എങ്ങനെയായിരുന്നു. ഞാൻ അതൊന്നും ഭയങ്കര ക്ലിയർ ആയിരുന്നു ഇന്നതാണെന്നുള്ളത് ഞാനത് പറഞ്ഞ് പിന്നെ കാണുന്നവരെ ഒയ്യോ ഒരു സെൻറ്റിയാക്കി എൻ്റെ ഇതാക്കാനൊന്നും ഞാൻ ഭയങ്കര സംഭവമാണെന്ന് ആക്കാനൊന്നും എനിക്ക് താല്പര്യം. അത് ഞാൻ കുറേ കാര്യങ്ങൾ ഞാൻ ഭയങ്കര ഇതായിട്ട് ഓപ്പണായിട്ട് പറയുന്നില്ല. പക്ഷെ എൻ്റെ വീട്ടുകാർ പോലും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ വീട്ടുകാരെ ഡിപ്പെൻഡ് ചെയ്യാതെ നിന്നിട്ട് ഒരു വർഷം ആവത്തില്ല, ഒരു കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ ബ്രദറിനെ വിളിച്ച് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഏട്ടാ ഞാൻ ആഹാരം കഴിച്ചിട്ടില്ല, എനിക്കൊരു 100 രൂപ അയച്ചു തരുമെന്ന്. അവൻ എനിക്ക് അയച്ചു തന്നിട്ടില്ല. എനിക്ക് സങ്കടമില്ല. കാരണം എന്താണെന്നറിയാമോ, ഞാൻ ചെയ്ത മിസ്റ്റേക്കാണ്. അവരത് നീ തെറ്റായിട്ടുള്ള തീരുമാനമാണ് എടുക്കുന്നത്, അവൻ്റെ കൂടെ നീ പോവരുത്, എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടുള്ളതേ ഉള്ളൂ, വേറൊന്നും ആയിട്ടില്ല, റിങ് ഊരിക്കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ, നീ നിന്റെ ജീവിതം നോക്കാനുള്ളതെന്ന് എൻ്റെ ഏട്ടനും എൻ്റെ അമ്മയും പറഞ്ഞിട്ട് ഞാൻ കേൾക്കാതെ പിന്നെ എന്തിനാ അങ്ങനെ ഒരു ഡിസിഷനിലേക്ക് പോയത്? ഇപ്പം ഞാൻ പറയുന്ന അതേ കാര്യം തന്നെ, ഞാൻ അയാളുടെ ജീവിതം നോക്കിയത്. നമ്മൾ ജനിക്കുമ്പോഴും മരിക്കുമ്പോഴും ദൈവം നമുക്കൊരു ടൈം ലിമിറ്റ് വെച്ചിട്ടുണ്ട്, ആ ടൈമിനുള്ളിലേ എല്ലാം നടക്കുള്ളൂ. അതുകൊണ്ടാണ് എനിക്കങ്ങനെ സംഭവിക്കാത്തത്. അപ്പോൾ ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവർ ചിന്തിക്കേണ്ടത് ഏതവസ്ഥയായാലും അവർ നമ്മുടെ ലൈഫുമായിട്ട് നമ്മുടെ ലൈഫിൽ ഇങ്ങനെ സംഭവിച്ചാൽ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് സംഭവിച്ചാൽ അവരെന്ത് ചെയ്യും എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. ഓക്കെ, നമുക്ക് ചേച്ചിയുടെ വോയിസ് കേൾക്കുമ്പോൾ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരു വോയിസ് ആണ്. ക്യൂട്ട്നെസ് അല്ലേ? ആ ക്യൂട്ട്നെസ് എനിക്ക് പറയും. കാരണം എന്താ പറയുക, ഞങ്ങള് ആള് ചെന്നൈയിലായിരുന്ന സമയത്ത് അവിടെ ആള് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോസ്റ്റലില്ല. അപ്പൊ ആള് നൈറ്റ് വാഷിങ്ങും പിന്നെ ബാക്കി സെറ്റപ്പ് എല്ലാം കഴിഞ്ഞിട്ട് എന്നെ വീഡിയോ കോളിൽ വരുമ്പോഴത്തേക്കിന് ഒരു 11-12 മണിയാണ്. അപ്പം ആദ്യത്തെ കോളിൽ എൻ്റെ അമ്മ, എൻ്റെ ചേട്ടത്തി, പിന്നെ ആള് ഞങ്ങളെ ഫാമിലി ഒരു ഗൂഗിൾ മീറ്റ്, ഒരു വാട്സപ്പ് മീറ്റ് കാണും. അപ്പം അവർ വീട്ടിലെ വിശേഷവും കല്യാണത്തിൻ്റെ കാര്യവും ഒക്കെ പറഞ്ഞ് അവർ പറഞ്ഞിട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് എനിക്ക് ഒരു 10 ഓട്ടോ ഇല്ല, ഞാൻ ഇട്ടിരിക്കും. അങ്ങനെ അവർ ഓരോരുത്തരായിട്ട് കട്ടായി പോകുമ്പോഴത്തേക്കും ആള് ഡ്രീമിനെ കുറിച്ചിട്ട് എന്തുണ്ട്, കഴിച്ചോ, ഇന്ന് ഞാൻ അങ്ങനെ പോയപ്പോൾ എൻ്റെ കൈ ഇവിടെ തട്ടി, പൊട്ടി, ഇവിടെ വീർത്തു, അവിടെ വീർത്തു, ഇതുകൊണ്ട് ഇവിടെ പിമ്പിൾ വന്നു, അവിടെ പിമ്പിൾ വന്നു, അങ്ങനെയാണ്, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് പറഞ്ഞ് ഞാൻ ഇങ്ങനെ പോകും, ഞാൻ ആടി പോകും. അപ്പോഴത്തേക്ക് ആള് അസാധ്യമായിട്ട് പാട്ട് പാടും. എന്ത് പാട്ടാ പാടാറ്? ഏത് പാട്ടാ ചേട്ടന് ഇഷ്ടം? എനിക്ക് നല്ല ചലച്ചിത്ര ഗാനമാണ് ഇഷ്ടം. പക്ഷെ പുള്ളിക്കാരി പാടുന്നത് കൊടുങ്ങല്ലൂർ പറഞ്ഞപ്പാട്ടാണ്. അതിവിടെ പാടുവോ? പക്ഷെ അല്ല, പാടും കേട്ടോ. കാരണം ആ പാട്ടിന് വീണ ചില ചേട്ടന്മാര് പുള്ളിക്കാരി കാണിച്ചു തന്നു. എനിക്ക് പാടാൻ അറിയില്ലെന്നേ ഉള്ളൂ, ബാക്കി വീഴ്ത്താനൊക്കെ എനിക്ക് പറ്റും. എനിക്ക് അങ്ങനെ ലിറിക്സ് അങ്ങനെയൊന്നും അറിയത്തില്ല. എപ്പോഴും ചേട്ടന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് ഈ ഒരു വാലന്റൈൻസ് വീക്കില് ഏത് പാട്ടായിരിക്കും പാടുക? അത് എപ്പോഴും പാടാൻ പറയുന്നുണ്ടെങ്കിൽ ഒരു പാട്ടേ പാടത്തുള്ളൂ, നമ്മുടെ വൈശാഖ സന്ധ്യ. ഒരു യുഗം ഞാൻ തപസിരുന്നു ഒന്നു കാണുവാൻ, കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമം പൂത്തു വിടർന്നു, മുഖമാവിൻ മനസ്സിൽ ഘനമായി നീ ഉണർന്നു, മുഖമാവിൻ മനസ്സിൽ ഘനമായി നീ ഉണർന്നു, ഹൃദയ മൃദുല തൻവേണ്ടി ദേവാമൃതം, വൈശാഖ സന്ധ്യ നിൻ ചുണ്ടിലെന്റെ അരുമ സഹിതൻ നടന കാന്തിയോ, ഓമലേ പറയൂ നീ അടിപൊളി കപ്പിളാണ്, രണ്ടുപേരും കലാകാരാണ്. ഇതിലപ്പുറം ഇനി എന്ത് വേണം? സിനിമയിലേക്ക് പാടാനൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടോ? ഇല്ല, എനിക്ക് ആക്ടിങ് അങ്ങനെ ഒന്നും എനിക്കില്ല. ഈ പറഞ്ഞില്ലേ എനിക്ക് ഫാഷൻ ഷോ അങ്ങനെയൊക്കെ ഉള്ളത് എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ, അതുപോലും പുള്ളിയിലേക്ക് എത്താനുള്ള ഒരു ഹിന്റായിട്ട് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അല്ലാണ്ട് എനിക്ക് നേരത്തെ നോട്ട് ചെയ്ത് വെച്ചതായിരുന്നോ? എനിക്ക് ക്രിയേറ്റിവിറ്റി ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എന്താ പറയാ, ബ്യൂട്ടീഷ്യൻ അതൊക്കെ ഞാൻ കുറേശ്ശെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് ക്രിയേറ്റിവിറ്റി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഐഡിയാസ് ഒക്കെ പറഞ്ഞു കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. അല്ലാതെ എനിക്ക് പാട്ട്, ഡാൻസ്, ആക്ടിങ് ഇതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല. പിന്നെ ആണെന്ന് ഞാൻ പറഞ്ഞില്ല, മോഡലിങ്ങിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ എനിക്ക് കോസ്റ്റ്യൂമിന്റെ കാര്യം പറയുമ്പോൾ ഉണ്ടല്ല, ഞാൻ പേർക്കൊക്കെ ചുമ്മാ കിട്ടുമായിരിക്കും കേട്ടാ. കാരണം ഒരു ദിവസം ചുമ്മാ 5 മിനിറ്റ് ഫോട്ടോ എടുക്കുന്നതിന് നമ്മളെ കാശ് കൊടുത്ത് മേടിക്കുന്ന ആവശ്യമൊന്നുമില്ല. ഫോട്ടോ എടുക്കുന്നു, 5-6 ഫോട്ടോ എടുക്കുന്നു, പുള്ളിക്കാരിച്ച് പറയുമ്പോൾ ഞാൻ 10-15,000 ഡ്രസ്സ് നമ്മൾ എടുക്കണമെന്ന്.
അങ്ങനെ. പക്ഷെ അത് പക്ഷെ എനിക്കതൊരു മനസ്സിലിങ്ങനെ ഒരു ഇഷ്ടമൊക്കെ ഇങ്ങനെ ഒരു ചെക്കിങ്ങനെ തന്നപ്പം ആ ടോക്ക് കണ്ടിന്യൂ ചെയ്യാന്ന് വിചാരിച്ച്. ഇഷ്ടം അറിയിച്ചു കഴിഞ്ഞപ്പോ ആള് പിന്നെ റെസ്പോൺസ് ഒന്നും ഇല്ല. അപ്പൊ പിന്നെ പെയ്യെ ഞാൻ അങ്ങോട്ട് ആ കാശും ലാഭം. പക്ഷെ ആർക്കറിയുന്നില്ലല്ലോ അത് എന്തൊരു ഹിന്റ് ആണ് എന്നുള്ളത്. അപ്പൊ നേരത്തെ അങ്ങനെ ഒരു ഇല്ലില്ലേ, നമ്മൾ ഈ ഒരു ഐഡിയാസ് വെച്ചത് ഈ ഒരു 3.5 years ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് ഞങ്ങൾ ഒരു പ്ലാൻ ചെയ്തെങ്കിൽ പോലും ഇപ്പൊ ഈ പറഞ്ഞ ഐഡിയ ഞങ്ങൾ ഈ വെയിറ്റ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് എനിക്ക് പുള്ളിയെ നേരിട്ട് കാണണമെന്നുണ്ടായിരുന്നു. ഈ വെയിറ്റ് ചെയ്യുന്ന ടൈമില് എനിക്ക് പുള്ളിനെ നേരിട്ട് കാണണം, സംസാരിക്കണം. നേരിട്ട് കണ്ട് സംസാരിക്കുമ്പോഴത്തേക്കും ഇടിച്ചു കയറുന്നു എന്നുള്ള ഒരു ഇതില്ലേ, ഒരു തോട്ടില്ലേ, അതെന്തായാലും വരില്ല. അപ്പൊ പിന്നെ ഒരു പിന്നെ എന്റെ പ്രസന്റേഷനിലോ അല്ലെങ്കിൽ എന്റെ ബിഹേവിയറിലോ അല്ലെങ്കിൽ എന്റെ ഒരു ടോക്കിലൂടെ ആക്കത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ മനസ്സിലാവട്ടെ എന്നുള്ള രീതിയിൽ. പക്ഷെ ഞാൻ എങ്ങനെ ട്രൈ ചെയ്തിട്ടും കാണാൻ പറ്റിയിട്ടില്ല. ഞാൻ ഒരുപാട് തവണ ട്രൈ ചെയ്തിട്ടുണ്ട് കാണാൻ വേണ്ടിട്ട്. 24 മണിക്കൂറും കാണാലോ. ഉണ്ട് 24 മണിക്കൂറില്ലേ. ഞാനിപ്പോ ഈ ലീവ് കഴിഞ്ഞിപ്പോ നാളെ ഞാൻ പോകും. പോയി കഴിഞ്ഞാൽ പിന്നെ വീഡിയോ കോൾസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അത് ഭയങ്കര പാടാണ്. കാരണം നമ്മൾ ഇത്രയും വെയിറ്റ് ചെയ്തിട്ട് വീഡിയോ കോളിലൂടെ മാത്രം കാണുമ്പോഴത്തേക്ക് അത് ഭയങ്കര വിഷമമാണ്. ഇപ്പോഴും കാത്തിരിപ്പിന്റെ വിളിക്കുന്ന കോളില് ഞാൻ ഒന്ന് എൻഗേജ് ആയി പോവുകയോ എടുക്കാണ്ടിരുന്ന് ചെയ്ത് കഴിഞ്ഞാൽ ആളിന് അടുത്ത കോളിൽ ഞങ്ങളുടെ അവിടെ ഓഫീസിലാണെങ്കിൽ മോർണിംഗ് ഞങ്ങൾ കയറി കഴിഞ്ഞാൽ ഫോണൊന്നും ഞങ്ങൾക്ക് അവിടെ അലൗഡ് അല്ല. അപ്പൊ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി 20 minutes തരും. ആ 20 minutes എനിക്ക് ഫുഡൊക്കെ കഴിക്കാൻ കുറേ ടൈം വേണം. പക്ഷെ ഈ 20 minutes എന്ത് ചെയ്യുന്നറിയാവോ, ഫസ്റ്റ് ഞാൻ അവിടെ നിന്ന് ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ഫോൺ എടുത്ത് വിളിച്ചിട്ട് പോകും. ആ 20 minutes കഴിക്കുന്നതിനല്ല കൂടുതൽ പ്രാധാന്യം കൊടുക്കുക, കാരണം എന്താ അറിയാമോ, എനിക്ക് എപ്പോഴും എൻ്റെ കൂടെ എനിക്ക് വേണം. എനിക്ക് എപ്പോഴും ഞാൻ എന്തെങ്കിലും പറയുന്നത് കേൾക്കാനായിട്ട് ഓപ്പോസിറ്റ് സൈഡ് ആയിട്ടും വേണം എന്നുള്ളൊരു അത് ഭയങ്കരമായിട്ട് എന്തോ ലൈഫിൽ റൊട്ടീൻ എന്നൊക്കെ പറയത്തില്ലേ, നമ്മളെ ഡെയിലി എണീക്കണം, ബ്രഷ് ചെയ്യണം എന്ന് പറയുന്നത് പോലെ വിളിക്കണം എന്നുള്ളത്. രാവിലെ ലേറ്റ് ആയിട്ട് ചേട്ടനെ വിളിച്ച് ഇല്ല, അങ്ങനെയില്ല. കുറെ ഡേയ്സ് അങ്ങനെയായിരുന്നു. പിന്നെ കിടക്കാൻ ഡിലേ ഒക്കെ ആകുമ്പോൾ നമുക്ക് കോളിംഗ് സെക്ഷനാണ് എനിക്ക് വന്നിട്ട്. അപ്പോൾ അതാവുമ്പോൾ ഭയങ്കര ടയർഡാണ്. അപ്പോൾ വരുമ്പോൾ എവിടെയെങ്കിലും കിടന്നാൽ മതി എന്നുള്ള. പിന്നെ ചെന്നൈ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇവിടത്തെ പോലത്തെ ഒരു അറ്റ്മോസ്ഫിയർ അല്ലല്ലോ, ക്ലൈമറ്റ് ആയാലും എന്തായാലും. അപ്പോൾ ഇപ്പം തന്നെ ഫസ്റ്റ് കയറിയത് കൊണ്ട് തന്നെ എനിക്ക് അതൊരു എക്സ്പീരിയൻസ് അല്ലാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ കുറേ ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ട്. അപ്പോൾ റൂമിൽ എത്തുമ്പോഴത്തേക്ക് കിടക്കണമെങ്കിൽ ഉറങ്ങണം എന്നുള്ള മൈൻഡിലായിരിക്കും. എന്നാൽ പോലും ഞാൻ ഏട്ടൻ്റെ വെയിറ്റ് ചെയ്ത്, ഏട്ടൻ ജോലി കഴിഞ്ഞ് റൂമിലെത്തി ഫുഡൊക്കെ കഴിച്ച് കിടക്കുന്നവരെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ പിന്നെ മിക്ക ദിവസം ഫാമിലി കോൾ ചെയ്യും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്കൊരു ടൈം കിട്ടുമ്പോഴത്തേക്കും കിടക്കുമ്പോഴത്തേക്കും നല്ല ഡിലേ 3:30 ഒക്കെ ആവും കിടക്കുമ്പോഴത്തേക്കും. അത് കഴിഞ്ഞ് പിന്നെ മോർണിംഗ് എണീക്കുമ്പോഴത്തേക്കും ഡിലേ ആവും, ലേറ്റ് ആവും. അപ്പോൾ പിന്നെ കോൾ ചെയ്യത്തില്ല. പിന്നെ റൂമിൽ നിന്ന് ഇറങ്ങി ഓഫീസിൽ പോകുന്ന ടൈമിലായിരിക്കും വിളിക്കുന്നത്. ആ സമയത്ത് ഓഫീസിൽ ലേറ്റ് ആകുമ്പോൾ ഓഫീസിൽ നിന്ന് കോൾ വരാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ഈ കോൾ വെയിറ്റിംഗ് ആവില്ല, അപ്പം അത് ഇഷ്യൂസ് അല്ലേ. അതുകൊണ്ട് ഇപ്പൊ കുറേ ദിവസമായിട്ട് ആ കോൾ അലൗഡ് അല്ല, കട്ട് ചെയ്തു. ആ കോളും കൂടെ ഉച്ചത്തേക്ക് ആക്കും. ഉച്ചയ്ക്കും പിന്നെ വർക്ക് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും വിളിച്ചുകൊണ്ടായിരിക്കും. അത് മസ്റ്റാ. അത് എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ്. അവിടെ നിന്ന് ഇറങ്ങി പിന്നെ പഞ്ച് ചെയ്തിട്ട് ഇറങ്ങിയിട്ട് ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഉടനെ റൂം എത്തുന്നത് വരെ ഏട്ടനെ വിളിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, ഇനി പിന്നെയും ഞാൻ ചേട്ടൻ്റെ ആ ഒരു ആർട്ടിസ്റ്റ് കരിയറിലേക്ക് വരികയാണ്. അപ്പം നമ്മുടെ മണിച്ചിത്രത്താഴ് മൂവിയിലെ നമ്മുടെ സ്വന്തം ലാലേട്ടൻ, അതിനകത്ത് ശോഭന ചേച്ചി പറഞ്ഞ നമ്മുടെ ഡയലോഗ് ഉണ്ട്, ഉന്നക്കൊന്ന് ഉന്നത്തെ കുടിച്ച്. ഇത് പറയുന്നത് കറക്റ്റ് ആയിരിക്കും. പക്ഷെ നമുക്കത് ചേട്ടന്റെ അടുത്ത് നിന്ന് തന്നെ കിട്ടണം. സ്റ്റേറ്റ് അവാർഡ് വിന്നർ ആയിരുന്നു ചേട്ടന്. എന്തായാലും അത് ഭയങ്കര ഈസി ആയിട്ട് പറ്റുമെന്ന് നമുക്കറിയാം. യെസ്, 4 ഭാവങ്ങളിൽ ഞങ്ങക്ക് വേണം. വാളുണ്ടോ? വാളോ? വാള് ഞാൻ വെക്കാൻ വേണമെങ്കിൽ കഴുത്ത് വെട്ടുന്ന സംഭവം. അതിനകത്ത് ഇങ്ങനെ വാളിങ്ങനെ വെച്ച് വെട്ടുമല്ലോ. അതൊന്നും വേണ്ട, വാള് വേണ്ട, വാള് വേണ്ട. ഇത് ബ്ലഡിന്റെ അല്ല, ലവിന്റെ. ഓക്കെ, അപ്പൊ 4 ഭാവങ്ങളിലാണേ. ആദ്യം ഏതാ ഭാവം? എനിക്ക് ഭാവങ്ങളെല്ലാം ഏതൊക്കെയാന്ന് പറയാൻ അറിയത്തില്ല. എന്നാലും ഹാസ്യഭാവം, രൗദ്രഭാവം, വിഷമം, അങ്ങനെ 4 ഭാവങ്ങൾ. ഞാൻ ഭാവത്തിന്റെ പേരൊന്നും എനിക്കറിയത്തില്ല, ഞാൻ പറഞ്ഞു. ഓക്കെ, ശരി. അല്ല, ഇതാകുമ്പോ കറക്റ്റ് എനിക്ക് പെട്ടെന്ന് വരും. ഞാൻ അത്ര സ്വീറ്റ് ആണ്, എന്നെ നോക്കിയിട്ട് അങ്ങനെ പറയാൻ തോന്നുന്നില്ല.
ഒന്നിനെ ഞാൻ കൊന്ന് ഒരറ്റത്തെ കുടിച്ച് ഓക്കാര നടന പാടിടുവേ. ഓക്കെ, ഒന്നിനെ ഞാൻ കൊന്ന് ഒരറ്റത്തെ കുടിച്ച് ഓങ്കാര നടനം പാടിടുവേ. ഒന്നെ ഞാൻ കൊന്ന് ഒരറ്റത്തെ ഞാൻ കുടിച്ച് ഓങ്കാര നടന പാടിടുവേ. ഒന്നെ ഞാൻ കൊന്ന് ഒറ്റത്തെ കുടിച്ച് ഓങ്കാര നടനം പാടിടുവേ. നാലായില്ലേ? ഇനി വേണം, ഇനി വേണമെങ്കിൽ ഇനിയും വേണമെങ്കിൽ ഞാൻ ഇവിടെ കൊടുക്കാം. വേണ്ട. ചേച്ചി ചെയ്യുന്നോ, ട്രൈ ചെയ്യുന്നോ? Just ഒരു പ്രാവശ്യം. അയ്യോ, ഇല്ല, 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 ഇല്ല. ശോഭന ചേച്ചി പറഞ്ഞ അതേ ഇമോഷനിൽ തന്നെ പറഞ്ഞാൽ മതി. ഏത് മോശമില്ല. ശോഭന ചേച്ചി പറഞ്ഞ ഇമോഷൻ. അയ്യോ, എനിക്ക് വരത്തില്ല. എന്താ ഡയലോഗ്? ഒന്നെ ഞാൻ കൊന്ന് ഒരറ്റത്തെ കുടിച്ച് ഓങ്കാര നടനം. അത് ഇങ്ങോട്ട് പറയാനോ? എന്നെ നോക്കി പറഞ്ഞു. അയ്യോ, എനിക്ക് അങ്ങനെയൊന്നും വരില്ല. അങ്ങനെ വരണം. ഞാൻ അത്ര വികൃതല്ല. അങ്ങനെയല്ല, ഇത് നോക്കുമ്പോ എനിക്ക് ഓൾമോസ്റ്റ് ചിരി വരും. ചെയ്യണോ ഏട്ടാ? ചെയ്യണം. അത് ഏട്ടനല്ല, അത് ഞാനാ പറയാം. ഉന്നെ ഞാൻ കൊന്ന്. അയ്യോ ഏട്ടാ, ഡയലോഗ് എനിക്കറിയില്ല. ഒരറ്റത്തെ കുടിച്ച് ബ്ലഡിനെ കുടിച്ച് ഒന്നൂടെ പറയൂ. അയ്യോ, ഉന്നെ ഞാൻ കൊന്ന് ഒരറ്റത്തെ കുടിച്ച് ഓങ്കാര നടനം. എന്നാ പിന്നെ ഇനി അവിടെ പറയുന്നതായിരിക്കും നല്ലത്. വേറെ ഇഷ്ടമാണോ? ഇല്ല ഇല്ല, അതെനിക്ക് ചിരി വരും. അങ്ങനെ പറഞ്ഞാലും ഉന്നെ ഞാൻ കൊന്ന് ഉന്റെ രക്തത്തെ കുറിച്ച് ഓങ്കാര നടനം പാടിയിട്ടില്ല. എനിക്ക് അറിയത്തില്ല. എനിക്ക് കുഴപ്പമില്ല. എന്താ അത് മറ്റേ നമ്മള് അല്ലാണ്ട് നമ്മൾ റീൽസ് ഒക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ മൂവ്മെന്റ് മാത്രം ചെയ്താൽ മതിയല്ലോ. ഇത് അല്ലാണ്ട് എനിക്ക് വരില്ലേ? ചോദിച്ചു നോക്കിയേ. ചിരിക്കാൻ പറഞ്ഞ ആകെപ്പാട് വരുന്നത് റൊമാൻസ് മാത്രം. കാരണം ഉള്ളിൽ അത്രയും ഡെപ്ത് ആയിട്ട് കിടക്കൂല്ലേ പ്രണയം. അതുകൊണ്ട്